Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു ബേബിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അല്ലേ ബേബി? ചിലപ്പോൾ അറിയത്തില്ല. എനിക്ക് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തൊട്ടിട്ട് നല്ല രീതിയിലുള്ള കൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം സ്റ്റാർട്ട് ചെയ്തു. ഹാഫ് ആൻ അവറിൽ തന്നെ വൺ ടൈമൊക്കെ കൺട്രാക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 12:30 ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നാളത്തേനും ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ നാളെ നഗരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ 2 ദിവസം എന്തായാലും ബുക്ക് ചെയ്തിട്ടു. സോ എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. നല്ല രീതിയിൽ വയറൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടു. അപ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് തന്നെ കുഞ്ഞു ബേബീനെ എൻ്റെ കൈ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെലിവറിക്ക് മുന്നേ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഈ ഒരു വീഡിയോ പോകും. എന്തായാലും എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പോവല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. എന്ത് വെച്ചു പൊന്നെ? വേനെടുക്കുന്നോ? ഇനി വാ. കാശി ബേബി ഉറക്കം എണീറ്റേ ഉള്ളൂ. എനിക്ക് ഇന്നലെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. കാശിനെ ഒന്ന് സെറ്റ് ആക്കണം. കാശിനെ കൊണ്ടിട്ട് വേണമല്ലോ പോവാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത കൺട്രാക്ഷൻ. ചിലർ ചോദിക്കും വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് പ്രസവവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോകുന്നത്. എനിക്ക് അത്ര വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ കൺട്രാക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ടൈറ്റ് ആവുമല്ലോ. ടൈറ്റ് ആകുമ്പോൾ അടിവയറ്റിൽ നിന്ന് ഈ എൻ്റെ ഇടത്തെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെറിയൊരു കൊളുത്തിപ്പിടുത്തം പോലൊരു വേദന. ബാക്ക് പെയിൻ ഒന്നുമില്ല, ചെറിയൊരു പെയിൻ. അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോർമലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ, എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ചെറിയ കൺട്രാക്ഷൻ ഉണ്ട്, നല്ല രീതിയിൽ വയറ് മുറുകുന്നു. അതാ ഈ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വയറ് മുറുകും. എൻ്റെ വയറ് നല്ല രീതിയിൽ ലൂസായിരുന്നു, ഇപ്പം നല്ല രീതിയിൽ മുറുകിയിരിക്കുകയാണ്. ഇതിപ്പം മാറും. ഞാനൊന്ന് നടന്നൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് മാറും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ എനിക്ക് മ്യൂക്കസ് പ്ലഗ് പോയതിന് ശേഷമായിരുന്നു ഈ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെളുപ്പാങ്കാലത്ത്. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. കാശി എണീറ്റ്. എനിക്ക് ഹെയർ ഒന്ന് സ്പാ ചെയ്യണം. ഞാൻ 2 ദിവസം കൂടി വിചാരിച്ചു എനിക്ക് സ്പാ ചെയ്യണം. അജിനേച്ചിയുടെ സ്പാ ക്രീം ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അജിനേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുൻ്റെ ചേച്ചി. എന്താ പറയേ, ഇതിപ്പം കല്യാണം ആയിരുന്നുകൊണ്ടിട്ടേ എല്ലായിടത്തും വെച്ചിട്ടായിരുന്നു പോയത്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് എന്തായാലും അവരെന്നെ വിടാൻ ചാൻസ് ഇല്ല. എന്നെ കുറച്ച് ദിവസം കൊണ്ടിട്ട് പിടിച്ച് കിടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് എന്തായാലും പോയി കഴിഞ്ഞാൽ എന്തായാലും കിടത്തും. ഒന്നെങ്കിൽ ഇന്ന് ഡെലിവറി ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ ആയിട്ട് കാണും. എനിക്കറിയത്തില്ല. അതൊക്കെ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും ഒതുക്കി പറക്കി വെച്ചിട്ട് പോവാം. അതാകുമ്പോൾ സമാധാനമായിട്ട് പോയി പ്രസവിച്ചിട്ട് വരാമല്ലോ. തലയിൽ സമാധാനത്തിന് കുറവൊന്നുമില്ല. ഞാൻ വരുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും നീറ്റാക്കി ഇട്ടോളും, പ്രശ്നമൊന്നുമില്ല. ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇപ്പം ഡെയിലി വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഞാനിങ്ങനെ തലേദിവസം ഇങ്ങനെ ആലോചിച്ച് വെക്കും, നാളത്തേക്ക് ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം പാസ്സാണ്. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അതിൻ്റെ പോസ്റ്റ് ചെയ്യുക, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 1 ഡേ. ചിലർ കളിയാക്കും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് കളിയാക്കിയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ദിവസത്തെ ഫുൾ എഫേർട്ടാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് എടുക്കുക, അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ, അതിൻ്റെ
അത് തലേന്ന് തൊട്ടിട്ടേ ചിന്തിച്ച് വെക്കും, നാളത്തേന് എന്ത് വേണം എന്നുള്ളതൊക്കെ ഉള്ളത് ചിന്തിച്ച് വെക്കും. സോ കുറച്ച് പാടുള്ള കാര്യമാണ് ഈ വീഡിയോ. എന്താ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത്. കളിയാക്കുന്നവർക്ക് ചുമ്മാ കളിയാക്കിയിട്ട് പോവാം. അപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാം. എനിക്കങ്ങനെ ബെനിഫിറ്റ് ഒന്നും അതിനില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് എനിക്കങ്ങനെ റവന്യൂ ഒന്നും കിട്ടാറില്ല എന്നുള്ളത്. നമ്മുടെ ചാനൽ കുട്ടി ചാനലല്ലേ, സോ റവന്യൂ ഒന്നും കിട്ടാനായിട്ടില്ല. അതെ, ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കൺട്രാക്ഷൻ വരുന്നത് ചെറിയ പെയിൻ വരുന്നതൊന്നും അറിയത്തില്ല. നമ്മൾ പെയിൻ വരുന്ന സമയത്ത് പെയിൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എന്തായാലും വേദന എടുത്ത് അയ്യോ വേദനയാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. സോ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും ചെയ്ത് തീർത്തിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേന് ഡെലിവറി കഴിഞ്ഞിട്ട് സുഖമായിട്ട് വീട്ടിലാണ്. ഈ 2 ബ്ലൗസ് കഴിക്കണം. എന്തോ എനിക്കുണ്ടായോ? ഞാൻ രാവിലെ എണീറ്റ് പോയി പല്ലൊക്കെ തേച്ച് കാശി ബേബിക്കുള്ള എന്തുവാ പാല് കാച്ചി വെച്ച് എന്താ വാങ്ങേ നമുക്ക് ഈ ഉടുപ്പിരുന്നിട്ടുണ്ടോ? ഇന്നലെ ഇട്ടല്ലേ. സോ ഇന്നുകൂടെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, അതിന് ചേട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പോകും. വാഷ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോകാം. എന്താ രാവിലെ നിർബന്ധം ഞാൻ എന്തായാലും പോയി തലയിൽ സ്പാ കൂടെ ഇടട്ടെ. എന്തോ കഴിക്കാനുണ്ട്. ഞാൻ പോയി സ്പായ്ക്ക് കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടോ. കാശൂര് ഹായ് പറഞ്ഞേ. കാശി ഭയങ്കര ബിസിയാ അല്ലേ കാശി? രാവിലെ തന്നെ റൂം ഒതുക്കി കാശിക്കുള്ള പാലും കാച്ചി എനിക്കുള്ളത് കാച്ചി വെച്ച് ഇനി എല്ലാം കഴിക്കണം. 9:15 12:30 ബുക്കിങ്ങാണ് ചെയ്തിട്ടുള്ളത്. സംഭവം ഞാൻ ഈ ഇരിക്കുന്നത് ആരും വിഷയമാക്കണ്ട. എനിക്ക് ചെറിയ കൺട്രാക്ഷൻസേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല, അന്നേരം പോയേക്കണം കേട്ടോ. കറണ്ട് പോയിട്ടൊന്ന് അന്നേരം പോയേക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യാനുള്ളത്? ഞാൻ എന്തൊക്കെയോ ഇന്നലെ ചെയ്ത് തീർക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സ് വാഷ് ചെയ്യാനാണ് വാഷിംഗ് മെഷീനിൽ ചേച്ചി ഇട്ടേ. ഞാൻ ഇന്നലെ പോയി ത്രെഡൊക്കെ ചെയ്ത് കല്യാണമായിരുന്നു, അതിൻ്റെയാണ് ത്രെഡ് ചെയ്തത്. ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പ്രഗ്നൻസി ടൈമിൽ ത്രെഡ് ചെയ്യാമോ? നമുക്ക് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രെഡ് ചെയ്യാം കേട്ടോ. 3 മാസം വരെ നമ്മുടെ ബോഡി അതിന് മുന്നേ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. 3 മാസം വരെ അത്യാവശ്യം കെയർ ചെയ്യേണ്ട ടൈമാണല്ലോ. സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ത്രെഡൊക്കെ ചെയ്യാം. കാശി ബേബി ഇതാ പാല് കുടിച്ച് കഴിയാനായി. എൻ്റെ പാല് ഞാൻ കാച്ചി വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇരിക്കുന്നൊന്നും ആരും കാര്യമാക്കണ്ട. ഞാൻ വ്ളോഗർ ആയതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് എടുക്കുന്നൊന്നുമല്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ ചെറിയ കൺട്രാക്ഷൻ ഉണ്ട്. സോ മേ ബി ഇന്ന് ഡെലിവറി നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെന്താ പറയുക, എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ, എന്തായാലും പ്രശ്നമില്ല. ഇന്നായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള കൺട്രാക്ഷനേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നില്ല ഇടയ്ക്ക്. ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം കുളിച്ചതിന് ശേഷം വന്നിട്ട് ഞാൻ ബാക്കി വിശേഷമൊക്കെ പറയാം. എന്നെയും കാശ് ഞാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറക്കി വെക്കണം. ഓട്ടോയ്ക്ക് പറയണം, പോവണം. അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ ആരൊക്കെ വരുന്നു എന്നറിയാൻ വയ്യ. ഞാൻ ദേവി കോളേജിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവി മനു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാൻ വരണേന്ന്. അയ്യോ ഇന്നലെ അച്ചാർ കിട്ടിയില്ലല്ലേ ചേച്ചി? നല്ല അച്ചാറായിരുന്നു ഇന്നലെ കല്യാണത്തിന്.
ഞാൻ ദേ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ മുറ്റം നിറയെ മൾബറി പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. വീട്ടിലുള്ളതിനേക്കാളും വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കൊമ്പിലൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. കാശി ബേബിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മൾബറി എന്ന് പറയുന്നത്. ദേണ്ട കണ്ടു, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീടാണ് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ നിറയെ ഉണ്ട്. അത് വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് പോയി ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ മൾബറി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ കാശി ബേബീനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടം പോലെ മൾബറി കിട്ടുമായിരുന്നു. കാര്യം വീട്ടിൽ മൾബറി ഉണ്ട്. ഇത് വീട് വെച്ച ടൈമിൽ ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് നിറച്ച് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കുറേയൊക്കെ വളർന്ന് വരുന്തോറും മുറിച്ച് കളയും. നമ്മൾ ബെറീസ് ഫുഡിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ പ്രഗ്നൻസി ടൈമിലുണ്ടല്ലോ കുഞ്ഞിന് നല്ലതാണ്. നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞിന് നല്ലതാണ്. അതുപോലെ തന്നെ രക്തം ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ ബെറീസ് എന്ന് പറയുന്നത്. സോ വീട്ടിലിത് കണക്ക് മൾബറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം നല്ലതാണല്ലോ. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് കഴിക്കാം. മൾബറി വെച്ചിട്ട് അങ്ങനെ അധികം ഡിഷസും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് കേട്ടോ. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടല്ലോ, സെയിം ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ജ്യൂസിന്. ഞാൻ അങ്ങനെ അങ്ങ് ജ്യൂസ് അടിച്ച് കുടിക്കാറില്ല. ഇതെനിക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം പച്ചയ്ക്ക് കഴിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ ഈ വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്ന് പറിക്കുന്നത് നോക്കണ്ട. നമ്മുടെ വേദനയും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വേദനയായിട്ടൊന്നുമല്ല, കൺട്രാക്ഷൻസാണ് വന്നുകൊണ്ടിരുന്നത്. അതൊരു ഇടയ്ക്കിടയ്ക്ക് ½ കൂടുമ്പോൾ വന്നു. ഞാൻ വിചാരിച്ചു ഡെലിവറി പെയിൻ ആയിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ മൾബറി നിൽക്കുന്നുണ്ടോ, ഡെലിവറി പെയിൻ അല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഹെൽത്തിലൊക്കെ വിളിച്ച് നേഴ്സ് ആൻറ്റിയോടൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇന്ന് പോയില്ല. ഇന്നത്തെ ദിവസം പോകണ്ടെന്ന് വിചാരിച്ചു. നാളത്തേനും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നും കൂടെ വെയിറ്റ് ചെയ്തതാണ്. കാര്യം വേറൊന്നും കൊണ്ടിട്ടല്ലെന്നേ, ഡെലിവറിക്ക് ഇനിയും ടൈമുണ്ട്. അതുപോലെ തന്നെ കാശിയുടെ സമയത്ത് എനിക്ക് പെയിൻ വന്നിട്ടായിരുന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. അത് കണക്ക് നോർമലായിട്ട് സുഖമായിട്ട് പോയി പ്രസവിക്കാമെന്നൊന്നും ഞാൻ ഇതിനകത്ത് ചിന്തിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ബോയ് ബേബീസ് ആകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ കണക്ക് പെട്ടെന്ന് കാര്യം കഴിയും. പെട്ടെന്ന് ആൾക്കാർ ഇനി പുറത്ത് വരും. പക്ഷേ ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് വലയ്ക്കും. ഇതിപ്പോൾ ബോയ് ആണോ ഗേളാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. സാധാരണ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. എന്തായാലും പെയിൻ എടുത്ത് കുറച്ച് നേരമൊക്കെ കിടക്കേണ്ടി വരുമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ മൾബറി എല്ലാം ഒരുപാട് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പിള്ളേർക്കും എനിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിൽ ഒരുപാട് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാണ് കേട്ടോ. അയച്ചു തരാൻ പറ്റത്തില്ല, കാര്യം പെട്ടെന്ന് ചീത്തയായി പോകും. ഇതിൻ്റെ കമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. കമ്പ് അയച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇപ്പം അല്ല, ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ അയച്ചു തരാമെന്നേ ഉള്ളൂ. മൾബറി അയച്ചു തരാനായിട്ട് ഒരു വഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ, വന്നു കഴിഞ്ഞാൽ ഞാൻ പറിച്ചു തരാം. അപ്പോഴത്തേനും ഇതൊക്കെ തീരുമായിരിക്കും. കാര്യം ഈ സീസൺ കഴിയാനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കമ്പാണ് കേട്ടോ. ഞാൻ വീട്ടിൽ കമ്പ് കൊണ്ടുവന്ന് നട്ടിട്ടാണ് ഇത്ര ആയത്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റില്ലായിരിക്കും. എന്നാൽ എന്നെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ ചെയ്ത് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നെടുത്ത്. നമ്മുടെ വീട് വരുന്നത് കൊല്ലത്താണ്. അപ്പം മൾബറി കുറേയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ ഓക്കെ ആയി. അപ്പം ഞാൻ ഇന്നും പോകില്ല. ആക്ച്വലി ഞാൻ ഇന്നത്തേനും നാളത്തേനും ഒക്കെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എപ്പോഴാണ് എന്താ ആവശ്യം ജാനുണ്ട് കേട്ടോ. ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. സംഭവം എനിക്ക് ഫേക്ക് പ്രഗ്നൻസി പെയിൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു കൺട്രാക്ഷൻസ് ഒക്കെ വന്നപ്പോഴത്തേന് ഞാൻ ആദ്യം വിചാരിച്ചു പെയിൻ ആവുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെയിൻ അല്ലായിരുന്നു. വേണ്ട, എനിക്ക് ഇതിൻ്റെ അടുത്ത് പൊക്കാൻ പറ്റത്തില്ല. സോറി, പ്രഗ്നൻസി പെയിൻ അല്ലായിരുന്നു അത്. ഞാൻ തീരുമാനിച്ചല്ല കേട്ടോ. ഞാൻ ഹെൽത്തിലൊക്കെ വിളിച്ച് ചോദിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോയി അഡ്മിറ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നാളത്തേന് മോളെ പോയി. എനിക്ക് വയ്യ, ഞാൻ 2 ഉണ്ട്. എന്തൊക്കെ കുത്തക്കൾ കാണിക്കുക അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ വാല നടക്കുക. എനിക്ക് എന്തേലും വയ്യായ്ക വന്നു കഴിഞ്ഞാൽ ഇന്ന് പോയി അഡ്മിറ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ. ഇതിന് പെയിൻ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നാളെ പോകും.
15-ാം തീയതി, ഇന്ന് 14-ാം തീയതിയാണ്. ഇപ്പം എല്ലാം കൂടി ഇന്ന് എനിക്ക് വ്ളോഗാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്കിന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മേ ബി ഡെലിവറി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ബിഫോർ മൈ പ്രഗ്നൻസി ഡെലിവറി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് അതിൻ്റെ പണിയിലൊക്കെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ എനിക്ക് ഹെയർ സ്പാ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല, വാഷ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഹെയർ വാഷ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് അജിനീച്ചിൻ്റെ സാധനം ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഒരു സ്പാ കൊടുത്തേക്കാന്ന് വെച്ച് രാവിലെ തന്നെ ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് പോയി മൾബറി നിറച്ച് നിൽക്കുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ, ആ മൾബറി നിറയെ നിൽക്കുന്നത്. അപ്പം ഞാൻ പോയി അതൊക്കെ പൊട്ടിച്ച്, കാശ് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് മൾബറി. അപ്പം അത് അവർ കൊടുത്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി റൂം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് തൂക്കണം, തുടയ്ക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ശരിയാവത്തില്ല. ശരണീച്ചെടുത്ത് പറയും തുടച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം, അത് ഞാൻ പോയിട്ട് ഡിസ്ചാർജ് ആവുന്നതിന് അന്ന് മാറ്റുമെന്ന് ചേച്ചിയോട് പറയാം. അപ്പോൾ ചേച്ചി അത് മാറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെയായിരുന്നു, എല്ലാം അങ്ങനെ തന്നെ അടക്കമായിരുന്നു. എൻ്റെ പെട്ടി എത്തിച്ച് കാണിക്കുന്ന കാണിപ്പുണ്ട്. അതാ നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുക, എപ്പോഴും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോവാമല്ലോ. സോ ഇന്നത്തേടം കൊണ്ടിട്ട് എനിക്ക് എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കണം. തീർത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പോയി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടിട്ട് പോരാം. പിന്നെ അയ്യപ്പാ, ഈ രണ്ട് കുഞ്ഞു ബേബി ഏത് ഈ കബോർഡിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ കാണും. ആ കാണുന്ന സാധനം ഈ ചൂടിന് എത്തിയല്ലോ, ഈ കാണുന്ന സാധനങ്ങളെല്ലാം പറക്കിയെടുക്കലാണ് അവൻ്റെ മെയിൻ ഹോബി. ഇനിയിപ്പോൾ ഇവിടെ തൂക്കണം. പിന്നെ എനിക്ക് വാഷ് ചെയ്യാൻ കുറച്ച് തുണിയുണ്ട്. പിന്നെ ഞാൻ ഇന്നെന്തായാലും ഒന്നും കയ്യിലൊന്നും കഴുകുന്നില്ല, എല്ലാം കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ ഇടുക. ഇനിയിപ്പോൾ കാശ് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാല് കൊടുത്തു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു മുട്ടയും കൂടെ വാട്ടി കൊടുത്തിട്ട് കാശ് കൊണ്ട് കുളിപ്പിക്കണം. എനിക്ക് വൈകില്ല, കുഞ്ഞു നുള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടില്ല. കുഞ്ഞു നുള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഓ ഏതാണ്? അതേ അവൻ്റെ ഗുളികയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. ഇത് അവൻ്റെ ഹോമിയോ മരുന്നാ, ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മധുരമുള്ള മരുന്നില്ലേ, അതുകൊണ്ടിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ തരാം എടുത്ത് ഒരു ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ആശാൻ എടുത്തിട്ട് വായിലോട്ട് മൊത്തത്തിൽ എടുത്താൽ കമത്തി തുടങ്ങി. മതി ഇന്നത്തെ കോട്ട കഴിഞ്ഞ് വൈകുന്നേരം. ഇനി പിന്നെ വാഷ്റൂം തേച്ച് കഴുകാനുണ്ടായിരുന്നു. എന്തായാലും പെയിൻ ഒന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിലത്തിരുന്ന് നല്ല വൃത്തിക്ക് ഇരുന്ന് തന്നെ തേച്ച് കഴിഞ്ഞു. കാര്യം കഴിഞ്ഞ ഡെലിവറിയുടെ ടൈമിൽ അങ്ങനെയായിരുന്നു, നിലത്തിരുന്ന് തന്നെ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇരുന്ന് കഴുകിക്കൊണ്ടിട്ട് എനിക്ക് ഡെലിവറി സുഖമായിരുന്നു കേട്ടോ. സോ വേണ്ടാന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, ഒരു ദിവസം കൂടെ എനിക്ക് കിട്ടിയത്. എന്തായാലും ഞാൻ തേച്ച് കഴിഞ്ഞു. ഞാൻ കുളിക്കുമ്പോൾ തന്നെ വാഷ്റൂമൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം തേച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, തൂക്കട്ടെ. മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞത് കാശിനെ ശരണേച്ച് കുളിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. മുട്ടയും കൂടെ വാട്ടി കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഇന്ന് ഫുൾ എനിക്ക് റെസ്റ്റ്. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ് ആക്കണം. ഫ്ലൂയിഡ് കുറഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി എൻ്റെ ഫുഡ് റൂട്ടീനിൽ വാട്ടർമെലൺ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാറുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ചെറിയ രീതിയിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. കാര്യം ഈ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വെള്ളം കൂടി ഇച്ചിരി കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൊണ്ടിട്ടായിരിക്കാം ഇന്ന് ഈ കൺട്രാക്ഷൻ വന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് അതുകൊണ്ട് നിറയെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതനുസരിച്ച് യൂറിൻ പാസ് ചെയ്യാനും പോകുന്നുണ്ട്. പിന്നെ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. അത് ഈ ഡെലിവറിയുടെ സിംറ്റമാണ് കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഒരു കണക്ക്, ഇന്ന് നാളെ മറ്റന്നാൾ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ
എന്തായാലും ആളെ നമ്മുടെ കയ്യിൽ കിട്ടി. എപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പെയിൻ വന്ന് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓ, അതുകൊണ്ടിട്ടാണ് ഈ പിടിച്ച് നിൽക്കുന്നത്. ആ, അപ്പം ശരി, ഇവന് കാക്ക വെക്കണം, എനിക്ക് വയ്യ. ഞാൻ പിന്നെ ക്ലിനിക് കൊണ്ട് വീട്ടിലെടുത്ത് എൻ്റെ നെറ്റി നിറച്ച് ചെന്നു. പിള്ളേരെ രണ്ടുപേരെയും കൂടെ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. ഞാനും ബേബിയും കൂടെ പോകാൻ ഇറങ്ങിയപ്പോൾ ജാനിമോളും വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെയും കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. എനിക്കൊരു ടെൻഷൻ വേറൊന്നുമില്ല. ഇപ്പോൾ പെയിന് കാര്യങ്ങളെല്ലാം ക്ലിയറായി കുഴപ്പമില്ലാതെ നിൽക്കുന്നുവെങ്കിലും പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി പ്രഷറൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ നോർമലാണ്, 20/80, കുഴപ്പമില്ല. പിന്നെ ഇന്ന് പോകാൻ നേരം എൻ്റെ കൂട്ടിന് ജാനിമോളും കാശിക്കുട്ടിനും കൂടെ ആണ് കേട്ടോ. വേറെ മാങ്ങ തരാന്ന് പറ കാശി, വേറെ മാങ്ങ തരാം. മാങ്ങ ഇത് വലിയച്ഛ എവിടുന്നോണ്ട് പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. നല്ല മാങ്ങ, മറ്റേ ചപ്പിക്കുടിയൻ മാങ്ങ, ഉറിഞ്ചി മാങ്ങ എന്നൊക്കെ ഇവിടെ പറയും. ആ മാങ്ങയാ നിറച്ച്. എന്ത് മണമാണെന്നറിയോ? എനിക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല. ഒരുപാട് മാങ്ങ എവിടെ നിന്നൊക്കെ കിട്ടിയത് എനിക്കതറിയാൻ വയ്യ. എനിക്ക് പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ആകെ ഉള്ള ക്രേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴം കഴിക്കാനായിരുന്നു. അന്നേരം പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. പക്ഷേ ഇപ്പം എന്തായാലും അതനുസരിച്ച് ഇഷ്ടംപോലെ കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കൺട്രാക്ഷൻ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വയറുണ്ടോ? പിന്നെ വയർ എന്ത് ഷേപ്പാണെന്ന് എന്തെങ്കിലും പറയാമോ? സാധാരണ ഉരുണ്ട വയറ് ബേബി ബോയ്സ് ആണെന്ന് പറയും, പരന്ന വയറ് ബേബി ഗേൾസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ വയറ് കാണുമ്പോൾ എനിക്ക് ട്വിൻസിൻ്റെ വയറ് പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത്. പലരും വയറിട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ട്വിൻസ് ആണോ എന്ന്. നമുക്ക് സ്കാനിങ്ങിൽ അറിയാമല്ലോ ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും പിന്നെ വന്നിട്ടുണ്ട്. രാവിലെ ഉറക്കം എണീറ്റതിൻ്റെ അല്ലെങ്കിൽ കിടന്നതിൻ്റെ ആയിരിക്കാം. മേ ബി ഇന്നലെ കല്യാണത്തിന് പോയിട്ട് അത്രയും നേരം നിന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്തോ ആണോ എനിക്കറിയാൻ വയ്യ. എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു. ഇങ്ങനെ പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പോകില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികളെല്ലാം ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റൂം അടിച്ച് വാരി, വാഷ്റൂം ക്ലീൻ ചെയ്തു, ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു. സാധാരണ ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ കഴുകാറുള്ളത്. കാശിൻ്റെ മാത്രമേ ഞാൻ കല്ലിൽ കഴുകാറുള്ളൂ. ഇന്ന് ഞാൻ കാശിൻ്റെയും കല്ലിൽ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടു. അഥവാ ഡെലിവറി ഉണ്ടെങ്കിൽ എല്ലാം ഒതുങ്ങിയിരിക്കുമല്ലോ. പിന്നെ അത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതെടുത്ത് വെയിലെത്തി മാത്രമുള്ളൂ. എന്നിട്ട് പിന്നെ അത് മടക്കി ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം റൂമിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആരും അലങ്കോലം ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ കിടക്കും. കാര്യം കുഞ്ഞുമായിട്ട് വരുമ്പോൾ വൃത്തിയായിട്ട് കിടന്നില്ല എന്നുള്ളതാണല്ലോ. പിന്നെ ജനലിലൊക്കെ നല്ല മാറാലുണ്ടാകും, അതൊക്കെ കഴിച്ച് മുകളിൽ കുറച്ച് മാറാലുണ്ട്. അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിയും. അതുകൊണ്ട് ജിത്തുമോനോട് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തുമോൻ അത് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. മാറാലടയ്ക്ക് അടിക്കാനുള്ളത് അവൻ ചെയ്തു തരും. വേറെന്താ? ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ്. ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു? ഇന്നലെ കല്യാണ വീട്ടിൽ നിന്ന് നിറയെ ഇതും കൊണ്ടുവരും, ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് രാത്രിയിലാണല്ലോ ഫുഡ് ഉണ്ടാക്കിയത്. സോ ചീത്തയായിട്ടുണ്ടായിരുന്നില്ല. ചീത്തയായിട്ട് ആവില്ലല്ലോ. ഇന്ന് വൈകുന്നേരം വരുന്നതിനാണ് ചീത്തയാവില്ലല്ലോ. അപ്പോൾ രാവിലെ അതാണ് കഴിച്ചിട്ടുണ്ട്. അതും ചിക്കൻ കറിയും കൂടെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഉച്ചയ്ക്കത്തേക്ക് ഗോകുല് വിളിക്കുന്നത്. രാവിലെ അമ്മയെ വിളിച്ച് എണീപ്പിച്ച് അമ്മേനോട് കാര്യം പറഞ്ഞു. ഗോകുല് വിളിച്ചപ്പോൾ ഗോകുല് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ സൈലൻ്റിലായിട്ട് കിടന്നുറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിക്കുന്നുണ്ട്, എന്തോന്നാണ് ചോദിക്കും. അവർക്ക് ആകെ ടെൻഷൻ. നമുക്ക് നാട്ടിൽ നിൽക്കുന്നവരാണക്കല്ലല്ലോ, പുറത്ത് നിൽക്കുന്നവർക്കായിരിക്കുമല്ലോ കൂടുതൽ ടെൻഷന്. അപ്പോൾ ടെൻഷൻ ഏതാ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് പെയിൻ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പാടില്ല. നമുക്ക് 3 ദിവസം കിടന്നാൽ മതി. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, കാശ് ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോരുകയും ചെയ്യാം. അതൊക്കെ കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാം. നമ്മുടെ കാശി ബേബിക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാമ്പഴത്തിന് ആ തൊലിയോട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല. ഇത് കണക്ക് ഇളക്കി ആ കൂടോടെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരമൊക്കെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് തീർന്നു പോകുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അത് തീരുന്നതനുസരിച്ച് പുളിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ്. അങ്ങനെ ഞാൻ 2 എണ്ണം പൊട്ടിച്ചു കൊടുത്ത് 2 എണ്ണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാനാണ് ആശാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്.
അയ്യോ അങ്ങനെ ദേ രാത്രിയായി. രാത്രി ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാശും കൂടെ കയറി കിടന്ന് ഉറങ്ങി. 6 മണിയപ്പോഴാണ് കാശി എണീറ്റ്. 5 മണിയപ്പോഴത്തേന് എണീറ്റ് കുറേ നേരം കാശി നോക്കിയിരുന്ന്. പിന്നെ എണീറ്റ് നാളെ ആ കസിൻ്റെ മാരേജിന് എനിക്ക് പോകാൻ പറ്റത്തില്ല. നാളെ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണ്. സോ അതിന് പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യട്ടെ. ഇതുവരെ എനിക്ക് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എനിക്കിപ്പോൾ 9 മാസം തികഞ്ഞു. ഇന്നലെ ആയപ്പോൾ 13-ാം തീയതി ആയപ്പോൾ 9 മാസം തികഞ്ഞു. നാളെ എന്തായാലും ഞാൻ പോയി അഡ്മിറ്റ് ആവും. അല്ലേ കാശി? ഞങ്ങൾ കുഞ്ഞു ബേബി കൊണ്ടുവരാൻ പോവുക അല്ലേ? അല്ലയോ കാശി? കുഞ്ഞു ബേബി കൊണ്ടുവരാൻ പോവുകയാണ്. കാശിക്ക് പാലൊക്കെ കാച്ചി കൊടുത്ത് ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട്, ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാ റൂമെല്ലാം നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കിടന്ന് ഉറങ്ങട്ടെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.